നമസ്കാരം, ഉത്സവകേരളത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ കൂടെ ഇരിക്കുന്ന ഈ ആളെ ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ ചെർപ്പുളശ്ശേരി ശേഖരൻ്റെ സാരഥി മുത്തലക്കോട് ഉണ്ണിയേട്ടനാണ്. നമുക്ക് ഉണ്ണിയേട്ടനോട് ശേഖരൻ്റെയും ഉണ്ണിയേട്ടൻ്റെയും വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഉണ്ണിയേട്ടാ നമസ്കാരം. ഉണ്ണിയേട്ടാ, നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു അല്ലേ? അപ്പം ആ കൂട്ടത്തിൽ ഉണ്ണിയേട്ടനിപ്പം ഏകദേശം 17 കൊല്ലമായി, അല്ലെങ്കിൽ ഒരു 10-17 2003 തൊട്ട് അല്ലേ ശേഖരൻ്റെ 2003. ഇപ്പോൾ ഏകദേശം ഒരു 17 കൊല്ലം 16 കൊല്ലം ആവുന്നു ശേഖരൻ്റെ കൂടെ കൂടിയിട്ട്. എന്താണ് ശേഖരനെ പറ്റി പറയാനുള്ളത്? അതിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എവിടെ കൊണ്ടുപോയാലും ഒരു പൂര സ്ഥലത്താണെങ്കിലും ഇനി വെറുതെ ഒരു വീട്ടിലേക്ക് കയറ്റി കൊണ്ടുവന്നാലും അവിടെ നിർത്തി പോയിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ ഒരു നാശനഷ്ടവും വരുത്തത്തില്ല. ഏത് കാര്യം പോയി വരുന്നവരെ നമുക്ക് വിശ്വസിച്ച് എവിടെ വേണമെങ്കിൽ പോയിട്ട് വരാം. ആ വീടിൻ്റെ ഉമ്മർത്തുനിന്ന് നമ്മളെ വിട്ടിട്ട് ആ വീട്ടുകാരെ വിട്ടിട്ട് അവൻ പോകത്തില്ല. അത്രയ്ക്ക് അടുപ്പമുള്ളതല്ല. അന്ന് മാതിരിക്ക് ഇനി എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു ആന ഉണ്ടാവില്ല. ഇപ്പോൾ ഉള്ള ആനകളിൽ ശേഖരനെ മറച്ചു വെച്ചിട്ട് ഈ ബന്ധം ഒഴിവാക്കിയിട്ട് സ്നേഹപ്പെടാനുള്ള ഒരാന ശേഖരൻ. അപ്പം ഉണ്ണിയേട്ട ശേഖരൻ ഇപ്പോൾ ഏകദേശം വയസ്സ് 50 അടുക്കുന്നു അല്ലേ? ആ 50 അടുക്കുന്നു. അപ്പം ശേഖരനെ കൊണ്ട് ഉണ്ണിയേട്ടൻ പങ്കെടുത്ത വലിയ പൂരങ്ങൾ, അതായത് എനിക്കറിയാം ഈ 17 കൊല്ലത്തിൽ ഒരുമാതിരി എല്ലാ സദസ്സുകളിലും കയറിയിട്ടുണ്ടാവും, എന്നാലും എടുത്ത് പറയത്തക്ക സദസ്സുകൾ എന്തെല്ലാമെന്നൊന്ന് പറയാമോ? വളരെയധികം. ഏത് പൂരം ഉണ്ടെങ്കിലും ശേഖരനില്ലാത്ത പൂരമില്ല. ഇല്ല. അപ്പോൾ എന്ന ഓർത്തിൽ ഇത്രയും പൂരങ്ങൾ കഴിഞ്ഞാലും നെമ്മാറയിലും ശേഖരം ഉണ്ടാവും. അതെ. ഓത്രാളികാവിലും ഇതേവരെ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇരിക്കുന്നത് നെന്മാറയാണല്ലേ? നെന്മാറയാണ്. അപ്പോൾ ഇവിടെ അവൻ്റെ ഒരു തട്ടകമാണല്ലേ? അതെ. ഇവിടുത്തുകാർക്കൊക്കെ അവനെ ഒരു ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. ഇഷ്ടം എന്ന് പറഞ്ഞാൽ അവൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവരെ ഓരോ വീട്ടുകാരുടെ ആനയായിട്ടാണ് അവനെ കാണുന്നത്. അവൻ പോകുന്നത് അവനറിയാമോ ഇവിടുത്തെ എല്ലാ പ്രദേശം? അവനറിയാം ഇവിടുത്തെ എല്ലാം. ഏതൊരു കുട്ടീനെ കൊണ്ട് അവനെ തൊടിയിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാനോ ഏതൊരു കാര്യത്തിനോ അതിൻ്റെ അടുത്ത് പോയാൽ അയ്യോ ആന വല്ലതും ചെയ്യോ എന്നുള്ള ഒരു കാഴ്ച നമുക്ക് വേണ്ട. ധൈര്യമായിട്ട് കൊണ്ടുപോകാം. അതേമാതിരിക്ക് ഒരാളെ അവിടെ നിർത്തിയിട്ട് നമ്മൾ മാറി കഴിഞ്ഞിട്ടൊരു ഫോട്ടോ എടുക്കണം എന്ന് തോന്നിയാൽ അവിടെ നിർത്തിയിട്ട് അവിടെ നിന്നോളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് മാറി നിന്നാൽ ആ ഫോട്ടോ എടുക്കാനോ ഒരു കാര്യത്തിനും ഒരു കുഴപ്പമില്ല. ഇതേവരെ ഉണ്ടായിട്ടില്ല. ഇന്നലത്തെ വരെ. ഇന്നിപ്പോ എന്താ സ്ഥിതി പറയാൻ പറ്റില്ല. അപ്പോൾ അതുവരെ എല്ലാ അനുസരണത്തിനും നമ്മൾ കാണിച്ചു കൊടുക്കുന്നതിൻ്റെ ഇരട്ടിയല്ലാതെ കണ്ടിട്ട് ഒരര വരില്ല ഇങ്ങോട്ട് വരില്ല. അതേമാതിരിക്ക് ഈ നട റോട്ടിൽ കിടക്കാൻ പറഞ്ഞാൽ അവൻ കിടക്കും. അത് ശരി. എല്ലാവർക്കും കിടന്നോളന്നില്ല, എന്നാലും പുള്ളി കുഴപ്പമൊന്നുമില്ല. ഇല്ല. അപ്പോൾ ഇവിടെ വന്നിപ്പം ഒരു കാര്യമാണ്, ഇപ്പോൾ ഒരു ഗണപതി ഹോമമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും നടത്തണം, ആന വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാണ് അതേ ഉണ്ണിയേട്ട അല്ലെങ്കിൽ ഉണ്ണിമാമ അല്ലെങ്കിൽ ഉണ്ണി ആന ഒന്ന് ഇരിച്ചിട്ടുണ്ടെങ്കിൽ ഗണപതി ഹോമമുണ്ട് എന്ന് വിചാരിച്ചിട്ട് പട്ട് വിരിച്ചു കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് നമ്മൾ ആ മനസ്സമാനത്തിൽ അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ശേഖരൻ അവിടെ ഇരിക്കും. അതാണ് നമ്മളോടുള്ളൊരു വിശ്വാസം. എൻ്റെ വിശ്വാസം അതാണ്. എല്ലാവർക്കും അത് ഉണ്ടായിക്കൊള്ളുന്നില്ല. എന്നാലും നമ്മളോട് ഇതുവരെ അങ്ങനെയാണ്. എന്നോട് ഇതുവരെ അങ്ങനെയാണ്. പിന്നെ തന്നെയല്ല, ഇന്നിപ്പം നാളെ നിങ്ങൾ ഇത് വെച്ചിട്ട് ആ ആനയുടെ ഒരു ആനക്കാരനായിട്ടാണ് വരുന്നെങ്കിൽ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അതിനെ കിടത്തി ഏൽപ്പിച്ചിട്ട് അത് ശരി നിങ്ങൾക്ക് കൊണ്ടുപോകാം. അത്ര ഒരു പാവാണ്. അത് എല്ലാ സൗകര്യം കൂടിയിട്ട് എനിക്ക് കൂടി അപ്പോൾ തോന്നണം. അല്ല, ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എൻ്റെ മനസ്സിലുള്ള ഒരു പെരുമാറ്റം നിങ്ങൾക്ക് മാറി തരുമ്പോൾ തെറ്റില്ല എന്ന് എനിക്ക് കൂടി തോന്നണം. അതായത് ഇദ്ദേഹം നന്നായിട്ട് നോക്കും അല്ലേ? അതാണ് നമുക്ക് ഏറ്റവും വലുത്. അതെ. ആ രീതി കൂടെ വരുമ്പോൾ ശരി സന്തോഷമായി എന്ന് പറഞ്ഞാൽ
മണിക്കൂർ വെച്ചിട്ട് നിങ്ങൾക്ക് ആനയെ കൊണ്ടുപോകാം. ഒരു ലേശം ബുദ്ധിമുട്ടായിട്ട് എൻ്റെ മനസ്സിലേക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ സെക്കൻഡ് വെച്ചിട്ട് അത് വേണ്ടാന്നും ആവും. അതാണ് അല്ലേ, അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ശേഖരനെയും കൊണ്ട് ഇപ്പോൾ ഉത്സവപ്പറമ്പിലൊക്കെ പോകുമ്പം ആരെങ്കിലും ഒക്കെ ഭക്ഷണമൊക്കെ കൊണ്ടുതരുന്നതിനൊന്നും യാതൊരു ആരും കയ്യിൽ ഞാൻ കൊണ്ടു നടക്കുന്ന ശേഖരന് അതിൻ്റെ കയ്യിലൊരു സാധനം കൊടുപ്പിക്കില്ല. എന്ത് കൊടുന്നാൽ അത് കൊടുന്നവർ വായിൽ കൊടുക്കണം. പിന്നെ അത് കൊടുക്കരുത് അപ്പിടി പിടി എന്ന് പറഞ്ഞിട്ട് ബലം പിടിക്കുന്ന ഒരു പെരുമാറ്റം എനിക്കില്ല. അത് എൻ്റെ മുതലിനാണ് അതിൻ്റെ കുറച്ചിൽ. നിങ്ങൾ വന്നു ഉണ്ണിയേട്ട അല്ലെങ്കിൽ ഉണ്ണി അല്ലെങ്കിൽ ഉണ്ണിമാമ, അതെ ഞാൻ ഇങ്ങനെ ഒരു സാധനം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് കയ്യിൽ കൊടുക്കാൻ ഒരു തീരുമാനം കയ്യിലാണെങ്കിൽ ഞാൻ പറയും കൊടുക്കണ്ട കേട്ടോ, അത് വായിൽ കൊടുത്തോളൂ, അവിടെ ഒരു കുഴപ്പം വരില്ല. അത് നമ്മളൊരു വിശ്വാസം. എല്ലാം മനുഷ്യർ ആരുമില്ല. എന്നാലും എനിക്ക് തോന്നുകയാണ് എൻ്റെ മനസ്സിലേക്ക് ശേഖരനത് ഒരാൾക്കും ബുദ്ധിമുട്ടില്ല എന്ന്, ഉണ്ടാക്കില്ല എന്ന് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടാണ് ഞാൻ പറയുന്നത് വായിൽ കൊടുക്കില്ല. ഈ ശേഖരന് ഇപ്പം മറ്റു ഉത്സവ പറമ്പുകൾ ഇപ്പോൾ പാലക്കാട് ഭാഗത്തൊക്കെ ഒത്തിരി വരവ് പൂരങ്ങളൊക്കെ കൂട്ടാനകളും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, അവന് ഓരോ സമയങ്ങളുണ്ട്. നമ്മൾ കെട്ടിയിട്ട് ഇവിടെ ആന അപ്പുറത്ത് ഈ ആനപ്പുറത്താണെങ്കിൽ തമ്മിൽ കൈ എത്തുന്നു തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇല്ല പോയി കഴിഞ്ഞാൽ കടന്നു വാരി മുത്തൊക്കെ ചെയ്യും. അത് ശരി, അതുണ്ട്. അവനെ കുട്ടുമൊക്കെ ചെയ്യും. അടുത്ത ആനേനെ വിടത്തില്ല. ആ സമയത്ത് നിങ്ങളെ ആൻ്റെ അടുത്ത് കിടക്കണു, ഞാൻ ഇവിടെ കിടക്കുന്നു, ഏതോ ഉറക്കാണെങ്കിലും നിന്ന് തപ്പി നോക്കണു കൂടാണ്ടിട്ട് ദ്രോഹിക്കില്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, അതല്ലാതെ കണ്ട് നമ്മളിവിടെ നിർത്തിയിട്ട് നമുക്ക് പോയിട്ട് ഒരു ചായ കുടിച്ച് വരിക എന്ന് പറഞ്ഞ് പോയാൽ ആ സെക്കൻഡ് കൊണ്ട് അവൻ ഇവിടെ പണി നോക്കാൻ തുടങ്ങി. അങ്ങനെ എപ്പോഴേലും ചെയ്തിട്ടുണ്ടോ? പിന്നെ ചെയ്തിട്ടുണ്ടോ? അത് ശരി. കൈമള സാറിൻ്റെ ആന ഗോപനാന തൃപ്പൂണിത്തുറ ഉത്സവത്തിന് കൊണ്ടായിട്ട് ചെക്കന്മാർ ഞാൻ ആനയെ കൊണ്ടുപോയി നിർത്തിയിട്ട് പടിഞ്ഞാറ് നടക്കില്ല അവിടെ നിർത്തി കഴിഞ്ഞപ്പോൾ കിടന്നു. ഇവര് ആന എഴുന്നേൽപ്പിന് പോയെടുക്കാൻ അന്ന് നമുക്ക് പരിപാടിയില്ല, പിറ്റേ ദിവസന്മാർക്കാണ് നമുക്ക് പരിപാടി. അങ്ങനെ അവിടെ പോയി കിടന്നുറങ്ങി. അവര് പിള്ളേരല്ല, അവര് ആന കുറഞ്ഞിട്ട് ഇതിൻ്റെ അപ്പുറത്ത് അവർ കയറ്റി നിർത്തി. അങ്ങനെ വന്നപ്പോൾ നമ്മുടെ മേലിൽ കൂടെ ആന നട മാറ്റി വെച്ചിട്ട് കൈമള സാറിൻ്റെ ആന വായ കൂടെ കുത്തിപ്പൊളിച്ചു. അവിടുന്ന് ആന കുത്തി കഴിഞ്ഞിട്ട് ആൻ്റെ വായിൽ നിന്നൊക്കെ ചോര വരുമ്പോൾ ചെക്കന്മാരും മേടിച്ചു. ഞാൻ കണ്ണു പിടിച്ച് നോക്കുമ്പോൾ സംഗതി വിഷമമായിട്ടാണ് കാണുന്നത്. അവർ പറഞ്ഞു മലയാളിക്ക് വിളിച്ചു പറഞ്ഞു കൈമള സാറിന്. കൈമള സാറ് ഒരു കാര്യം പറഞ്ഞു, കാരണം അങ്ങോട്ട് ഞങ്ങളുടെ ദേവസ്വം ഗിരിയിൽ കുറേ നിന്നിട്ടുള്ള ആന ചെരിഞ്ഞിട്ടൊന്നുമില്ലല്ലോ, അതുമല്ല ആനക്കാരൻ ഉണ്ണിയേട്ടനല്ല, അതെന്ത് വന്നാലും ആന എൻ്റെയാണ്. അയാളോട് ആന എൻ്റെയാണ്, നിങ്ങൾ പണിക്കാരല്ലേ, ഉണ്ണിയേട്ടൻ്റെ ആന കുത്തിയെന്ന് പറഞ്ഞിട്ട് അയാളെ ഇപ്പം അങ്ങോട്ട് കൊണ്ടുപോകാനൊന്നും പറ്റില്ല, അവിടെ നിന്നോട്ടെ, ആന വീഴൊന്നും ചെയ്തില്ല, വീണെങ്കിൽ ദിവസം ഞാൻ നടത്തിക്കോളാം. അപ്പം ആ ഒരു വാക്ക് കേട്ടപ്പോൾ തന്നെ നമ്മുടെ മനസ്സിലായി. അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ ആനയെ കുത്തിയെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ശിക്ഷ ഞാൻ അനുഭവിക്കണം. ആ സമയത്ത് നിങ്ങൾ പറയണമെന്നറിയാം, ആന എൻ്റെയാണ്, അതിന് എന്ത് കുഴപ്പം വന്നാലും അത് ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ കഴിഞ്ഞില്ലേ. അങ്ങനെ 1 മണിക്കൂറിനുള്ളിൽ വരാമെന്ന് പറഞ്ഞ ആൾ വന്നു. വന്ന വഴിക്ക് അവരുടെ ആൻ്റെ അടുത്തേക്കല്ല പോയത്, അവിടുന്ന് അയാളുടെ ആൻ്റെ അടുത്തേക്കല്ല പോയി. ആനകൾ അടുത്തടുത്ത് തന്നെയാണ്. ആ സ്കൂൾ പറമ്പിലും ഇവിടെ ആന, അപ്പുറത്ത് മറ്റവരാന, ഈ റോഡ് ഇത്ര വ്യത്യാസം. വന്ന വഴിക്ക് എൻ്റെ തോളിൽ കൈ വെച്ചിട്ട് പറഞ്ഞു, ഉണ്ണിയേട്ടന് ഒരു വർഷം വിചാരിക്കണം കേട്ടോ, ആന ഞാനാ വഴിഞ്ഞെടുക്കുന്നത്, ആനക്കാരെല്ലാം വഴിഞ്ഞെടുക്കുന്നത്. ഉണ്ണിയേട്ടൻ മനസ്സിലത്തെ എല്ലാ വർഷവും മാറ്റിയിട്ടേ ബാക്കിയുള്ള പണി നോക്കുക. പിന്നെ അവര് പറയാണ്, താൻ നോട്ടക്കുറവുകൊണ്ടല്ലേ ഇത് പറ്റിയെന്നൊരു വാക്ക് ചോദിച്ചാൽ ഇത്രയും കാലം ഞാൻ പണിയെടുത്തോടത്തോളം അപ്പോൾ ആ ഒരു വർത്തമാനം കൈമള സാറ് പറഞ്ഞിട്ടില്ല.
എന്നാലും നമ്മുടെ ശേഖരന് ഇഷ്ടമില്ലാത്തത് എന്താണ്? ഈ എന്തൊക്കെയാണ് അവൻ്റെ സ്വഭാവത്തിൽ ഇഷ്ടമില്ലാത്തത്? സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിൽക്കുമ്പോൾ അവനെ എന്തെങ്കിലും കാരണങ്ങൾ കാണിക്കണം എന്ന് തോന്നിയാൽ ചെവിയോ വട്ടം പിടിക്കും. അത് കയറ്റി അടിക്കുമോ? ആ വിഷമൊന്നുമില്ല. കയ്യ് കൊമ്പത്തേക്ക് ഒന്ന് കയറ്റി വയ്ക്കുക അത്രേ ഉള്ളൂ. പക്ഷെ ചെവി വട്ടം പിടിച്ചാൽ കണക്കാക്കാം അവിടെ എന്തെങ്കിലും ഉദ്ദേശം കണ്ടിട്ടുണ്ടാവും. അത് ആലോചിച്ച് പെരുമാറിയ കുഴപ്പമില്ല. അതല്ലെങ്കിൽ ശാന്ത സുഖമായിട്ട് അവൻ ചെവി ആട്ടിക്കൊണ്ടോ ഇനി ആട്ടാൻ നിൽക്കുകയാണെങ്കിലും കുഴപ്പമില്ല. ചെവി വട്ടം പിടിച്ചാൽ കണക്കാക്കാം എന്തെങ്കിലും ഒരു പരിപാടി കൂടെ തീരുമാനിക്കും. അതെ. എന്താണ് ഇപ്പം പുള്ളി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? വേറെ എപ്പോഴെങ്കിലും ഇവനൊരു കൈവിട്ടു? ഇന്നാള് പറഞ്ഞു വേറൊരു ചങ്ങല പൊട്ടിച്ച് പോയി. അത് പോയത് ആനകൂട ഇരിഞ്ഞാലക്കൂട. എന്താ അന്ന് പറ്റിയത്? അന്ന് പറ്റിയത് മണികണ്ഠൻ ആന ചങ്ങല പൊട്ടിച്ചിട്ട് അവിടുന്ന് ആനക്കാരുടെ അടുത്ത് നിന്ന് തെറ്റി വന്നു. നമ്മുടെ ആന ഇരിഞ്ഞാലക്കൂട അമ്പലത്തിനുള്ളിൽ കെട്ടിയിടക്കുന്നു. ശരി. ഞാൻ വീട്ടിൽ പോയിട്ട് പിറ്റേ ദിവസം കാലത്ത് കൊണ്ടുവരാം എന്ന് കണക്കാക്കി വീട്ടിൽ പോയി വന്നപ്പോൾ ഈ ആന കയറി ചെല്ലിന് കണ്ടപ്പോൾ ആ ആന അതിൻ്റെ ഇറച്ചിക്ക് ചെല്ലിന് കണ്ടപ്പോൾ ഒരു ചാട്ടത്തിന് ആ ചങ്ങല പൊട്ടിച്ചു സ്ഥലം വിട്ടു. പക്ഷെ അവര് തമ്മിലൊന്നും ആയില്ല, പേടിച്ചങ്ങ് മാറി നിൽക്കാനും. അന്ന് പേരാമംഗലം മണി ഇവരെല്ലാവരും കൂടിയിട്ട് ആനയെ പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ട് ഒരു പണി കുറെ എടുത്തു. ശേഖരനെ പിടിച്ചു കെട്ടാൻ അത് തൽക്കാലം നടന്നില്ല. പുഴയിൽ കയറി വരുമ്പോൾ അത് നേരെ നടന്ന് പുള്ളി പുഴയിലോട്ട് അങ്ങ് പോകുമായിരുന്നു. അവിടുന്ന് ആന ഓടിപ്പോയിട്ട് പുഴയിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ തിരിച്ചു വിളിച്ചിട്ടൊന്നും വരുന്നില്ല. അവര് ഒരു കാര്യം ചെയ്യാൻ പറ്റി. അവിടേക്ക് നിന്ന് മുതലാളിക്ക് വിളിച്ചു പറഞ്ഞു ആനയെ മയക്ക് വെടിവെക്കുകയാണ്. അതിൻ്റെ ആനക്കാരൻ വന്നിട്ട് തീരുമാനിച്ചു. എന്നിട്ട് എന്താ വേണ്ടെങ്കിൽ അയാൾ പറയുന്നു വരിക ചെയ്തോളാം. അവിടെ നിന്ന് പോയി വെച്ചാൽ എന്താ വേണ്ടി വെച്ചു. അന്ന് പണിക്കരി സാറാ തൃശ്ശൂർ പറഞ്ഞു നിൽക്കട്ടെ ഞാൻ നോക്കിയിട്ട് അതിന് വെടിവെക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞാൽ കടലിൽ നിന്ന് ആന കായലിൽ നിന്ന് കയറി വന്നു. ആന വിളിച്ചിട്ട് കുടന്ന് ഇരിഞ്ഞാലക്കൂട അമ്പലത്തിൽ പറമ്പിൽ കുടന്ന് കെട്ടിയിട്ട് പിറ്റേ ദിവസം കാലത്ത് ആന അഴിച്ചിട്ട് പോകും. ആ ഒരു സ്നേഹബന്ധം അതിനെ കൊണ്ടു നടക്കുന്ന ആൾക്കാർ മര്യാദയ്ക്കാണെങ്കിൽ ആ ആന നിറവ് നടത്തും. ഇപ്പം ഇവൻ്റെ ഈ നീരുകാലം എപ്പോഴാണ്? നീരുകാലം വിജനമാസത്തിലെ ആദ്യം കർക്കിടത്തിലായിരുന്നു. ആ കർക്കിടം പോയിട്ട് പിന്നെ അത് വിജനത്തിലേക്കായി. വിജനം കറക്കണം ഒരു മാസം മുമ്പേ ആയി. ആന ക്ഷീണം ഇല്ലെങ്കിൽ ഒരു മാസം മുമ്പ് കിട്ടും. അതല്ലെങ്കിൽ കറക്റ്റ് കറക്കണം. എപ്പോഴത്തേക്കാണ് ഏകദേശം അഴിക്കുന്നത്? ചിങ്ങമാസം അഴിക്കും. കർക്കിടം ചീഞ്ഞും കന്നിമാസം അഴിക്കും. ഒന്നും അതിൽ കൂടുതൽ ഒലിപ്പിക്കില്ല. പറഞ്ഞാൽ ആന ക്ഷീണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ലേശം നേരത്തെ കൂട്ടിയിട്ട് ആന അഴിച്ചു നിർത്തും. കാരണം നമുക്ക് പെരുമാറാൻ കുഴപ്പമില്ലാത്തതിൻ്റെ പേരിൽ സാധാരണ ഒരു ആനക്കാരന് ആനയുടെ ഒലിവ് കഴിഞ്ഞ് ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാണ് ആന അഴിക്കുന്നത്. ഇത് ആനയെ അവിടെ തന്നെ തലയിലിരിച്ചിട്ട് കൈകൊണ്ടെങ്കിലും വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകിയാൽ നമുക്ക് കണക്കാക്കാം. ആന കിടന്ന് കിട്ടിയാൽ കണക്കാക്കാം. എന്നോട് ഒരു കുഴപ്പമില്ല. ഇന്ന് ഒരു ബന്ധവസ്ഥയും വേണ്ട. നീരുകാലത്ത് അവൻ എങ്ങനെയാണ്? നീരുകാലത്ത് പുറമുള്ള ഒരു കുഴപ്പമില്ല. കയ്യിൽ കൊടുക്കാം. അല്ല വായാലും ഉണ്ണിയേട്ടനാണേലും ഒന്ന് ഓടിക്കുമോ? പിന്നെ എന്നെ ഓടിക്കും. ഓടിച്ചാൽ എനിക്ക് ആ ഓടിക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നാലെ വന്നിട്ട് അതിൻ്റെ കാല് കഴുകാൻ മാറ്റാൻ ചങ്ങല മാറ്റി കൊടുക്കാം. പുറമുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. ആർക്കും വരില്ല. അപ്പൊ അവന്റെ ആ സമയത്ത് നമ്മൾ ഭക്ഷണമൊക്കെ കയ്യിൽ വെച്ച് കൊടുക്കുന്ന ആരായിരിക്കും? ഞാൻ വെച്ചില്ല. ഞാൻ കെട്ടുന്ന അന്ന് അതിൻ്റെ വായിൽ അവരോ പഴം അറിഞ്ഞ് അതോ ശർക്കര എന്തെങ്കിലും നമുക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റൊക്കെ കൊടുത്തിട്ട് ഇറങ്ങി പോരും. പിന്നെ അഴിക്കുന്ന ദിവസം അന്നേ ചെല്ലത്തുള്ളൂ. അഴിച്ചിട്ട് മാറ്റി കെട്ടിയ പിന്നെ ഞാൻ വായിൽ കൊടുക്കും. അതുവരെ കൊടുക്കില്ല. അപ്പം ആ സമയത്ത് ആരായിരിക്കും നമുക്ക് അവിടെ നമ്മുടെ കൂടെ? ഇനി ഒന്നുമില്ല, നിങ്ങളാണ് അവിടെ വരുന്നെങ്കിൽ നിങ്ങളെ കൊണ്ട് കുട്ടിയിട്ട് ചോറ് തന്ന ആ ചോറ് കയ്യിൽ വെച്ച് കൊടുക്കാം. വേറൊന്നുമില്ല. ഉണ്ട് അങ്കുണ്ടെങ്കിലും അനങ്ങില്ല. പിന്നെ ആ ചോറ് കുട്ടിയിടുന്ന പാത്രം ഉണ്ടോ, പാത്രം ഇത് കഴിഞ്ഞിട്ട് പാത്രം കുമ്പിട്ട് എടുക്കുമ്പോൾ നോക്കിയിട്ടില്ലെങ്കിൽ അവിടെയുള്ള തീറ്റയും എല്ലാം എടുത്തിട്ട് അപ്പടിക്കും. അപ്പം നീരുകാലത്ത് മാത്രം ഒന്ന് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് ചെന്നേച്ചാൽ മാത്രം മതി. ചെയ്താൽ മതി. അത് നീരുകാലത്ത് ആന നമ്മൾ അകത്തി പെരുമാറണം.
അകത്ത് പെരുമാറിയ ആനയെ നമുക്ക് അഴിച്ചുമ്പോൾ വിശ്വാസപ്പെട്ട് കൊണ്ടുനടക്കാം. അതല്ലാതെ കണ്ടിട്ട് അതില്ലാത്ത ആനയാണെങ്കിൽ ഏത് സമയം നമുക്ക് കണക്കാക്കാം. എന്തേലും ചതി ചെയ്യുന്നു. നമ്മൾ ഒരു വട്ടം ഓടിക്കണം അല്ലേ? ഒരു വട്ടമെങ്കിലും ഓടിക്കണ ആന. അതാണ് ആനയുടെ കഴിവ്. അല്ലെങ്കിൽ ആന എന്തോ ചിന്തിച്ചിങ്ങനെ ഇരിക്കുകയാണ് ഇവരുടെ എന്താ കൊടുക്കേണ്ടത്. അതെ, ആ ഒരു ഓർമ്മ മാറാൻ ആന നമ്മളൊന്ന് കെട്ടുന്നടിയിൽ ഓടിക്കുക, നീര് കെട്ടിയ അങ്ങനെ ഒന്ന് ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലേക്ക് സമാധാനം. ഇപ്പം ഈ ഉത്സവ സീസണിൽ നമുക്കിപ്പോൾ പലപ്പോഴും ഒരു പൂരപ്പറമ്പിൽ നിന്ന് വേറൊരു പൂരപ്പറമ്പിലോട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ പോകുന്നത്. ഒരു ഇപ്പം ചിലപ്പോൾ എറണാകുളത്തപ്പൻ അവിടെയൊക്കെ നിങ്ങൾ പോകാറുണ്ടല്ലേ? അപ്പം ഉറക്കമൊക്കെ എങ്ങനെയാണ് പുള്ളിക്ക്? ഈ അങ്ങനെയൊന്നുമില്ല. അത് കൂടുതൽ കയറിയിട്ട് ഞാൻ ഉറങ്ങില്ല. ഓ, പിടിച്ച് കിടത്തിയാൽ ശരി. ഇപ്പോൾ അവിടെയും ഇവിടെ ആന നിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടെ പിടിച്ച് കിടത്തിയ നമ്മൾ മാറുന്നതിൻ്റെ മുമ്പ് ആന എണീക്കും. അപ്പം അതിലും വേഗം കിടത്താതിരിക്കുക. അത് ശരി. അതവിടെ നിന്നുറങ്ങിക്കോളും. ഓ, അപ്പം അതിനും ഒരു സന്തോഷമായിരിക്കും അല്ലേ നിന്നുറങ്ങുന്നത്? ചിലർക്ക് കിടന്നുറങ്ങാൻ ഇഷ്ടമില്ലായിരിക്കും. കിടന്നുറങ്ങാൻ ഈ കൂട്ടത്തിൽ കിടക്കില്ല. പ്രത്യേകിച്ച് മറ്റാനകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മാറി പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് കിടക്കും. പക്ഷെ നമ്മൾ തിരിച്ച് കെട്ടുന്തറി വന്നു കഴിഞ്ഞാലോ? കെട്ടുന്നടിയിൽ വന്നാലും ശരി, അടുത്ത ആനകളുണ്ടെങ്കിൽ ഉറക്കല്ല എന്ന് എഴുതും. കാരണം അവൻ നിന്നാലോചിക്കും. അപ്പോൾ എത്രയും പട്ടകൾ ഇനി എത്ര ഉറക്കമൊഴിച്ച് നിൽക്കുകയാണെങ്കിലും ഒരു പട്ട 2 പട്ടയെങ്കിലും അവിടെ മാറ്റി വെച്ചാൽ പിന്നെ ആന കിടക്കില്ല. ആ പട്ട കൂടി ഇട്ട് കിടക്കാതെ. അത് ശരി. കാരണം അത് കിട്ടുന്നുള്ള ഒറ്റ ചിന്ത. അത് ശരി. ഒരു ലോഡ് പട്ട കിടന്ന് ഇറക്കിയിട്ടുണ്ടെങ്കിലും നമ്മൾ പറഞ്ഞിട്ട് അത് പിടിപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള പട്ട അവന് അതിരിക്ക് പട്ട നല്ല രീതിയിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ കൈ കുത്തി തിരക്കിയിട്ട് ആ പട്ട എടുക്കുന്നതാണ്. അതല്ല നമുക്കത് കൂട്ടത്തിൽ പട്ട ഇറക്കുകയാണ്. നമുക്ക് 5-6 ആന ഉണ്ടെങ്കിൽ 10 ആന ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും കൂടിയുള്ള പട്ട കൂടെ നടക്കുമല്ലോ. അപ്പോൾ പിന്നെ അത് നമ്മൾ കാത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ കൈയിട്ടിട്ട് നല്ല പട്ട ആന എടുക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ കുറച്ച് ആനകളും ആനക്കാരും ഉണ്ടെങ്കിൽ അയാളെ കണ്ടോ നമ്മളാ പട്ട അയാൾ തെരഞ്ഞെടുത്തിട്ടാണ് ആ പരിപാടി ചെയ്യുന്നത്. പിന്നെ അവിടെ അടിമുഴക്കുക. അപ്പോൾ അതിൽ നല്ല എന്താക്കി നമുക്ക് അങ്ങനെ തൽക്കാലം വന്ന് കൂട്ടത്തിൽ നിന്ന് 4 പട്ടം മാറ്റി വെച്ചിട്ട് നമ്മൾ തന്നെ തട്ടിയിട്ടിട്ട് എടുക്കുമ്പോൾ തെരഞ്ഞെന്ന് പറയില്ല.